വിശദമായ റിപ്പോർട്ടുകളിലേക്ക് രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തു. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് തീരുമാനം. തീരുമാനത്തിന് ഹൈക്കമാൻഡ് അംഗീകാരം നൽകി. ഘടകകക്ഷികളെയും യോഗം തീരുമാനിച്ചു. And we are going to announce to all of you that Mr. Ramesh Chennithala will be the leader of the office. Unanimously elected and unanimously blessed by everybody. പാർട്ടി ഏകകണ്ഠമായി തന്നെയാണ് തെരഞ്ഞെടുത്തതെന്നും മുരളീധരന് എന്തെങ്കിലും അതൃപ്തിയുണ്ടോ എന്ന് തനിക്കറിയില്ലെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ഉമ്മൻചാണ്ടി സ്ഥാനമൊഴിയുന്ന പാർലമെന്ററി പാർട്ടി ലീഡർ ശ്രീ ഉമ്മൻചാണ്ടി പേര് നിർദ്ദേശിച്ചു. ശ്രീ വി ഡി സതീശൻ, ശ്രീ വി ടി ബൽറാം, ശ്രീ അടൂർ പ്രകാശ് എന്നിവർ പിന്താങ്ങി. അങ്ങനെ ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണ്. ഈ തീരുമാനത്തിൽ കോൺഗ്രസ് അധ്യക്ഷയുടെ പൂർണ്ണമായ അനുമതിയുണ്ട്. അങ്ങനെ ഏകകണ്ഠമായിട്ടാണ് കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഒരു പ്രതിഷേധവും അദ്ദേഹം പറഞ്ഞിരുന്നില്ല. അദ്ദേഹം ഇവിടെ നിയോജകമണ്ഡലത്തിലെ ഒന്ന് രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി പോയതുകൊണ്ടാണെന്നാണ് ഞാൻ സൂചിപ്പിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്. കൂടുതൽ വിവരങ്ങൾ MR സജേഷ് നൽകും. സജേഷ്, പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ ചില കല്ലുകടികൾ നിലനിന്നിരുന്നു. തീരുമാനം ഇപ്പോൾ ഏകകണ്ഠമായി തന്നെയാണോ? അഞ്ചു ഭിന്നസ്വരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും കൂടുതൽ ഐ ഗ്രൂപ്പ് MLA-മാരും രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പം തന്നെ നിന്നു. ആ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തല എത്തുന്നത്. രാവിലെ കെ മുരളീധരൻ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രതിഷേധിച്ച് പങ്കെടുത്തില്ല. പിന്നീട് KPCC അധ്യക്ഷൻ VM സുധീരൻ വിളിച്ചതിന് ശേഷമാണ് മുരളീധരൻ യോഗത്തിൽ പങ്കെടുത്തത്. ഭിന്നസ്വരങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഓരോ MLA-മാരെയും പ്രത്യേകം വിളിച്ച് ഹൈക്കമാൻഡ് പ്രതിനിധികളായ മുകുൾ വാസ്നിക്കും ഷീലാ ദീക്ഷിതും അഭിപ്രായം തേടുകയായിരുന്നു. അതിൽ കൂടുതൽ MLA-മാരും രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം നിന്നു. എ ഗ്രൂപ്പ് നേരത്തെ തന്നെ നിയമസഭാ കക്ഷിയിൽ അംഗബലം കുറവായിരുന്നു. 8 പേർ മാത്രമാണ് എ ഗ്രൂപ്പിന് പിന്തുണയ്ക്കുന്നത്. ഐ ഗ്രൂപ്പിൽ 12 പേരുണ്ട്. അതിൽ ഭൂരിഭാഗം പേരും രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പം നിന്നതോടുകൂടി രമേശ് തന്നെ പ്രതിപക്ഷ നേതാവട്ടെ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുകയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ പദവിയുടെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള തീരുമാനവും ഉണ്ടായിട്ടില്ല. UDF യോഗത്തിലായിരിക്കും അക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുക. കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി ഉപനേതാവിന്റെ കാര്യത്തിലും തീരുമാനമുണ്ടായിട്ടില്ല. മറ്റു ഭാരവാഹികളെ നിയമസഭാ സമ്മേളനത്തിനിടയിൽ തിരഞ്ഞെടുക്കുമെന്നാണ് ഇക്കാര്യത്തിൽ ലഭിക്കുന്ന സൂചന. അഞ്ജു, MR സജേഷാണ് വിവരങ്ങൾ നൽകിയത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ വേണ്ടത് സംഘർഷമല്ല, പ്രശ്നപരിഹാരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇക്കാര്യത്തിൽ തമിഴ്നാടുമായി തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതിരപ്പള്ളി അണക്കെട്ടിനെ രാഷ്ട്രീയമായാണ് എതിർത്തതെന്നും മുഖ്യമന്ത്രി ദില്ലിയിൽ പറഞ്ഞു. പുതിയ ഡാം നമുക്ക് ഏകപക്ഷീയമായിട്ട് നിർമ്മിക്കാൻ കഴിയില്ല. നമ്മൾ നിയമസഭ പാസ്സാക്കിയ പ്രമേയത്തിൽ തന്നെ 2 സംസ്ഥാനങ്ങളും കൂടി അംഗീകരിച്ച് പുതിയ ഡാമാണ്. അപ്പോൾ നമ്മൾ ഒറ്റക്ക് പുതിയ ഡാം കെട്ടിക്കളിയാന്ന് വിചാരിച്ച് പുറപ്പെട്ടാൽ നമുക്ക് കെട്ടാൻ കഴിയില്ല. മുല്ലപ്പെരിയാർ വിഷയത്തിൽ വ്യക്തത വരുത്തുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. ഡാം സുരക്ഷിതമെന്ന റിപ്പോർട്ടിന്മേൽ എന്ത് നടപടി കൈക്കൊള്ളണം എന്നത് ചർച്ച നടത്തി തീരുമാനിക്കും. മുല്ലപ്പെരിയാർ സമരസമിതിയുമായും തുറന്ന ചർച്ചയ്ക്ക് തയ്യാർ. അവരെ ഒരു ശത്രുപക്ഷത്ത് നമ്മൾ കാണേണ്ടതായിട്ടില്ല. അവർ നാടിനു വേണ്ടിയുള്ള സ്വരം ഉയർത്തുന്നവരാണ്. അങ്ങനെ അതിനെ കാണേണ്ടതായിട്ടില്ല. അതിരപ്പള്ളി പദ്ധതി കാര്യത്തിൽ മന്ത്രിമാർ തമ്മിൽ അഭിപ്രായം വ്യക്തമാക്കിയത് തർക്കമല്ല. നേരത്തെ രാഷ്ട്രീയപരമായ കാരണങ്ങളാലാണ് പദ്ധതി എതിർക്കപ്പെട്ടത്. വെള്ളച്ചാട്ടത്തിന് തടസ്സമില്ലാതെ പദ്ധതി നടപ്പിലാക്കാൻ കഴിയുമോ എന്ന കാര്യവും ചർച്ച ചെയ്ത് തീരുമാനിക്കും. അവിടുത്തെ വെള്ളച്ചാട്ടത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതി നടപ്പായാൽ അതിൻ്റെ മനോഹാരിത നഷ്ടപ്പെട്ടു പോകും എന്നൊരാശങ്ക. ആ ആശങ്ക എത്രത്തോളം ശരിയാണ് എന്നാണ് പരിശോധിക്കേണ്ടത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംസ്ഥാന താൽപര്യത്തിന് വിരുദ്ധമായ നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുത്തണമെന്ന് ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു. മുല്ലപ്പെരിയാർ സംബന്ധിച്ച് ഇന്നലെ മുഖ്യമന്ത്രി ഡൽഹിയിൽ നടത്തിയ പ്രസ്താവന അങ്ങേയറ്റം പ്രതിഷേധാർഹവും ഏറ്റവും നിർഭാഗ്യകരവുമായി പോയി. കഴിഞ്ഞ അനേക വർഷങ്ങളായി മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ എടുത്ത തീരുമാനത്തിന് ഘടകവിരുദ്ധമായിട്ടാണ് ശ്രീ പിണറായി വിജയൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. ജനങ്ങളുടെ പ്രതികരണം അറിഞ്ഞ ശേഷം മാത്രമേ അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് അന്തിമ തീരുമാനം കൈക്കൊള്ളൂവെന്ന് VS അച്യുതാനന്ദൻ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും VS പറഞ്ഞു. പരിസ്ഥിതി നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിക്കും കൂട്ടുനിൽക്കില്ലെന്ന് വൈദ്യുതി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. അതിരപ്പള്ളി പദ്ധതിയെക്കുറിച്ചുണ്ടായിരിക്കുന്നത് തെറ്റിദ്ധാരണ മാത്രമാണെന്നും കടകംപള്ളി പറഞ്ഞു. അതെല്ലാം തന്നെ ഇല്ലാത്ത പൂച്ചയെ ഇരുട്ടത്ത് തപ്പുന്നതിന് തുല്യമാണ്. പറയാത്തൊരു കാര്യം
പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള അനാവശ്യമായിട്ടുള്ള ഒരു പ്രചാരണം അതിൻ്റെ ആവശ്യമില്ല. ഞാൻ ആവർത്തിക്കുകയാണ്, ഇത് തന്നെയാണ് പറഞ്ഞത്. ഏത് വികസനവും പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടാണ്. എവിടെയെങ്കിലും ആർക്കെങ്കിലും അക്കാര്യത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ, അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അവരുമായിട്ട് കൂടിയാലോചന ഗവൺമെൻറ് തയ്യാറാകും. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഒരു കൺഫ്രണ്ടേഷനും ഗവൺമെൻറ്റില്ല. ആരുമായിട്ടും കൺഫ്രണ്ട് ചെയ്തുകൊണ്ട് ഒരു വികസന പ്രവർത്തനവും അടിച്ചേൽപ്പിക്കാനായിട്ട് ഗവൺമെൻറ് താല്പര്യമില്ല. അത്തരമൊരു നിലപാട് ഈ ഗവൺമെൻറ്റില്ല, വിദ്യുശക്തി വകുപ്പിന് ഒട്ടുമേ ഇല്ല. കലാഭവൻ മണിയുടെ ശരീരത്തിൽ വിഷമദ്യത്തിന്റെ അംശം സ്ഥിരീകരിച്ചു. ഹൈദരാബാദിലെ ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് വിഷമദ്യത്തിന്റെ അളവ് സ്ഥിരീകരിച്ചത്. മീഥൈൻ ആൽക്കഹോളിന്റെ അംശമുണ്ടായിരുന്നുവെന്നാണ് പരിശോധനാ ഫലം. ഹൈദരാബാദിലെ ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനാ ഫലമാണ് പോലീസിന് ലഭിച്ചത്. ആന്തരാവയവങ്ങളുടെ പരിശോധനാ ഫലത്തിൽ വിഷമദ്യത്തിന്റെ അംശം സ്ഥിരീകരിച്ചു. മീഥൈൽ ആൽക്കഹോളിന്റെ സാന്നിധ്യമാണ് വ്യക്തമായത്. കുറഞ്ഞ അളവിലാണ് മീഥൈൽ ആൽക്കഹോളിന്റെ സാന്നിധ്യം. അതിനാൽ ഇത് മരണകാരണമായോ എന്നത് സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം കാക്കനാട് ലാബിൽ നടത്തിയ പരിശോധനയിൽ കീടനാശിനിയുടെ അംശമുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നുവെങ്കിലും ഹൈദരാബാദിലെ പരിശോധനയിൽ ക്ലോർപൈറിഫോസിന്റെ സാന്നിധ്യം കണ്ടെത്താനായില്ല. മീഥൈൽ ആൽക്കഹോളിന്റെ സാന്നിധ്യം കാക്കനാട് ലാബിൽ നടന്ന പരിശോധനയിലും സ്ഥിരീകരിച്ചിരുന്നു. കലാഭവൻ മണി മരണപ്പെട്ടതിന്റെ തലേന്ന് മണിയുടെ പാടിയിൽ മദ്യസൽക്കാരം നടന്നുവെന്ന് പോലീസ് കണ്ടെത്തിയതിനെ തുടർന്ന് അവിടെയുണ്ടായിരുന്നവരെ ചോദ്യം ചെയ്തുവെങ്കിലും ദുരൂഹ മരണത്തെക്കുറിച്ച് വ്യക്തത വന്നിട്ടില്ല. മണി ആത്മഹത്യ ചെയ്യില്ലെന്നും സാമ്പത്തിക ഇടപാടുകളെ തുടർന്ന് ആരൊക്കെയോ മണിയെ ഇല്ലാതാക്കിയതാണ് എന്നുമുള്ള ബന്ധുക്കളുടെ ആരോപണവും ഉയർന്നിരുന്നു. നാടൻ ചാരായത്തിലുണ്ടാകുന്ന മീഥൈൽ ആൽക്കഹോളിന്റെ സാന്നിധ്യം മണിയുടെ ശരീരത്തിലെത്തിയിരുന്നുവെന്ന പുതിയ റിപ്പോർട്ട് കൂടി പുറത്തുവന്നതോടെ മദ്യസൽക്കാരത്തിൽ പങ്കെടുത്തവരെ കേന്ദ്രീകരിച്ചായിരിക്കും ഇനിയും അന്വേഷണം തുടരുക. മാർച്ച് 6-നായിരുന്നു മണിയുടെ വിയോഗം. ന്യൂസ് ബ്യൂറോ, കൊച്ചി.